വചനവയൽ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം. നോമ്പുകാലത്ത് തീഷ്ണതയോടെ വചനം പഠിക്കുവാനുള്ള അവസരമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. വചനവയൽ അതിനായിട്ടുള്ള പല വിധത്തിലുള്ള വഴികൾ ഒരുക്കി തരുന്നു. അതിലെ സുപ്രധാനമായ ഒരു പുതിയ മാർഗം വചനവയൽ ബുക്കുകൾ ഇറക്കുന്നു. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളെയും അധികരിച്ചുകൊണ്ട് ക്വിസ് മത്സരത്തിന് സഹായകരമായ ബുക്കുകൾ അവൈലബിൾ ആക്കുകയാണ് വചനവയൽ ഈ നോമ്പുകാലത്ത്. വചനവയൽ ആപ്പ് ഉപയോഗിച്ച് ഈ ബുക്കുകൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ക്വിസ് മത്സരങ്ങളിൽ പങ്കുചേരുവാനായിട്ട് സഹായകരമായ വഴി ഒരുക്കി തരികയാണ് വചനവയൽ ചെയ്യുന്നത്. ഏത് പ്രായക്കാർക്കും ഏത് വിഭാഗക്കാർക്കും അവരവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ക്വിസ് മത്സരങ്ങളിൽ പങ്കുചേരുവാനായിട്ട് സഹായകരമായ ബുക്കുകൾ ഏതാണ്ട് 50,000-ൽ പരം ചോദ്യങ്ങൾ അടങ്ങുന്ന ഡേറ്റാ ബാങ്കിൽ നിന്നാണ് നിങ്ങൾക്ക് ആവശ്യമായ ചോദ്യോത്തരങ്ങൾ പങ്കുവെച്ച് നൽകുന്നത് എന്നുള്ളത് വചനവയലിൻ്റെ ധന്യത വ്യക്തമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്കുകൾ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു. 2 തരത്തിലുള്ള സേവനങ്ങളാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ഒന്നാമത്, ഓരോ ചാപ്റ്റർ അടിസ്ഥാനത്തിൽ വചനം പഠിക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. രണ്ടാമത്, ഓരോ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ വചനം പഠിക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. ഈ സേവനങ്ങൾ യഥാവിധി ഉപയോഗിച്ച മത്സരാർത്ഥികൾക്ക് എവിടെയും വിജയം സുനിശ്ചിതമാക്കുവാൻ പര്യാപ്തമാകത്തക്ക രീതിയിലാണ് ചോദ്യങ്ങൾ രൂപപ്പെടുത്തിയത്. 200 ചോദ്യങ്ങൾ വരെ ഒരധ്യായത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ അധ്യായങ്ങൾ ഈ ബുക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതായത് സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾച്ചേർത്ത ഒരു സമഗ്ര പഠനമാണ് ഈ ബുക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആയതിനാൽ ഇത് എല്ലാ തരത്തിലുള്ള മത്സരാർത്ഥികൾക്കും ഏറെ സഹായകരമായ ഒന്നാണ്. ഈ ബുക്കുകൾ ഇഷ്ടമുള്ളവ എത്ര എണ്ണം സെലക്ട് ചെയ്ത് ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിലൂടെ വചനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുവാൻ, കൂടുതൽ ആളുകൾക്ക് വചനം പഠിക്കുവാൻ, കൂടുതൽ മത്സരാർത്ഥികൾക്ക് നല്ല വിജയം കരഗതമാക്കുവാൻ സഹായകരമായ വഴി ഒരു വാതായനം വചനവയൽ ബുക്കിൻ്റെ പങ്ക്തിയിലൂടെ തുറക്കുന്നു. ഏവരെയും ഹൃദയപൂർവ്വം ഈ പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ഈസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഈ ബുക്കുകൾ സുലഭമാകുന്നതാണ് വചനവയൽ ആപ്പിൽ. വചനവയൽ ക്വിസ് സീരിയൽ 2-ൽ 3-ാമത്തെ ആഴ്ചയിൽ 100 മാർക്ക് നേടിയവർ 35 പേർ. വളരെ ശ്രമകരമായ രീതിയിൽ അധ്വാനിച്ച് ഈ വിജയത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ ആഴ്ചയുടെ പ്രത്യേകത 3 പേർ 4 മിനിറ്റിന് താഴെ വിജയം കൈവരിച്ചു എന്നുള്ളതാണ്. അധ്വാനത്തിൻ്റെ പ്രതീകാത്മകമായ സാന്നിധ്യമാണ്
കുറഞ്ഞ സമയത്ത് നേടുന്ന മാർക്കുകൾ. അധ്വാനിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. കൂടുതൽ വ്യക്തികൾ ഇത്തരത്തിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഉന്നത വിജയം കൈവരിച്ചവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. 100 മാർക്ക് നേടിയവരുടെ പേര് പ്രൊജക്റ്റ് ചെയ്ത് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ആഴ്ചയിൽ 70 മാർക്കിന് മുകളിൽ നേടിയത് 112 പേരാണ്. അവരുടെ പേര് വിവരങ്ങളാണ് സ്ക്രീനിൽ തെളിയുന്നത്. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും മംഗളങ്ങളും നേരുന്നു. കൂടുതൽ തീഷ്ണതയോടെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഇവർക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആഴ്ചയിൽ അന്നവും വചനവും പദ്ധതിയിൽ 17 പേർക്ക് മാത്രമാണ് മുഴുവൻ മാർക്ക് നേടുവാൻ സാധിച്ചത്. ഏറെ ആളുകൾ 1ഉം 2ഉമൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ ശ്രദ്ധയോടെ കരുതലോടെ ഇതിൽ പങ്കുചേരുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയികളുടെ പേര് വിവരങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. നറുക്കെടുപ്പിലൂടെ വിജയികളെ നമുക്ക് കണ്ടെത്താം. ആദ്യം കുറിവീണിരിക്കുന്നത് നമ്പർ 16. രണ്ടാമത്തെ കുറിവീണിരിക്കുന്നത് നമ്പർ 17. മൂന്നാമത്തെ ഭാഗ്യവതി നമ്പർ 3. നാലാമത്തെ ആൾ നമ്പർ 12. ലാസ്റ്റ് വൺ നമ്പർ 8. ഈ ആഴ്ചത്തെ വിജയികൾ തൃശ്ശൂർ അതിരൂപത പഴയന്നൂർ ഇടവകയിലെ ബിന്ദു തോമസ് കല്ലിടുക്കിൽ, തലശ്ശേരി അതിരൂപത ആലക്കോട് ഇടവകയിലെ ഡോക്ടർ അനുഷ, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചെത്തിപ്പുഴ ഇടവക അംഗം ലീലാമ ജോസഫ്, പായിക്കാട് വരാപ്പുഴ അതിരൂപതയിലെ നെട്ടൂർ ഇടവകയിലെ മേരി മേഴ്സി കൊറായ, ആലപ്പുഴ രൂപതയിലെ വട്ടായിൽ ഇടവകയിലെ ട്രീസ എന്നിവരാണ് ഈ ആഴ്ചത്തെ വിജയികൾ. പ്രത്യേകം അഭിനന്ദനങ്ങൾ. അന്നവും വചനവും പ്രോഗ്രാമിൽ 4ാമത്തെ ആഴ്ചയിലെ ചോദ്യങ്ങൾ പിതാക്കന്മാർ എന്ന പരമ്പരയിൽ എപ്പിസോഡ് 1. ഉത്തരങ്ങൾ 9539701122 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വചനവയൽ യൂട്യൂബ് ചാനലിൽ നിരവധി പ്രോഗ്രാമുകളുണ്ട്.
ചിലർക്ക് ഇവയിൽ കയറി എടുക്കുവാൻ അറിയാൻ പാടില്ല എന്നുള്ള പരാമർശങ്ങൾ ഉണ്ടാകും. അവരുടെ അറിവിലേക്കായി വചനവയൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും. വചനവയൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ വചനവയൽ ചാനൽ അതിൽ ലഭിക്കുന്നതാണ്. അതിലെ 4ാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് വചനവയൽ ചാനലിലേക്ക് കടന്നു ചെല്ലും. അവിടെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ വചനവയൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നു. ഇഷ്ടമുള്ള വീഡിയോസ് സെലക്ട് ചെയ്യാം. പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ അവിടെ സബ്ജക്റ്റ് വൈസിൽ വചനവയലിലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വിഷയാധിഷ്ഠിതമായി അല്ലെങ്കിൽ സബ്ജക്റ്റുകളുടെ പേരുകൾ അറിയാമെങ്കിൽ അതനുസരിച്ച് സെർച്ച് ചെയ്യാൻ നമുക്ക് ഓരോ വിഭാഗത്തിലും ചേർത്തിരിക്കുന്ന വീഡിയോകളുടെ എപ്പിസോഡുകൾ അവിടെ കാണുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് എപ്പിസോഡാണ് വേണ്ടത് ആ എപ്പിസോഡ് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് വചനവും അന്നവും എന്ന പ്രോഗ്രാമിന് ഈ അറിവ് ഏറെ അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ വചന പഠന മത്സരത്തിൽ 5 എപ്പിസോഡുകളാണ് നൽകുന്നത്. അതിനും ഈ അറിവ് ഏറെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് എവിടെ നിന്നാണ് ചോദ്യം ലഭിക്കുന്നത് എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊരു മറുപടിയായിട്ടാണ് ഞാനിത് പറയുന്നത്. വചനവയലിൻ്റെ സംവിധാനത്തെ, വചനവയൽ ആപ്പിനെയും വചനവയൽ യൂട്യൂബ് ചാനലിനെയും ശരിക്കും മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുക. ഇതിലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രോഗ്രാമുകൾ അനവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ അറിയാവുന്നവർ ഒരു ചാലക ശക്തിയായി മാറട്ടെ, ചാനലായി തീരട്ടെ. അനേകരിലേക്ക് ഈ ആശയങ്ങൾ, തമ്പുരാൻ്റെ വചനം പങ്കുവയ്ക്കാൻ ഈ വചനവയൽ ഒരു നിമിത്തമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വചനവയലിൻ്റെ ശ്രോതാക്കൾക്ക്